ഹലോ എല്ലാവർക്കും സിമ്പിളിമയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിത എന്നാണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് കർക്കിടകം 1 രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ടായത്. പക്ഷേ ചില കാരണങ്ങൾ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എഴുന്നേക്കാനും വൈകി കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു വെതർ, നല്ല കോടയൊക്കെ ഇറങ്ങിയ പോലെ. എനിക്ക് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ എന്താ പറയുക, പ്രകൃതി ഇത്തിരി ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്രകൃതി രമണീയം ആസ്വദിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കഴിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാത്ത ഒരാളുണ്ട്. ഇപ്പം നമ്മൾ ചെന്നുണ്ടാക്കിയാലാണ് നമുക്ക് കഴിക്കാനുണ്ടാവുള്ളൂ എന്നുള്ളൊരു ബോധം വന്നുകൊണ്ട് തന്നെ വേഗം അടുക്കളയിലോട്ട് ചെന്നു. അതിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് അവിടുത്തെ പുറത്ത് വെച്ചു. പിന്നെ ഇന്ന് കർക്കിടകം 1 അപ്പോൾ തലേദിവസം 1-ാം തീയതികളിലെല്ലാ തലേദിവസം അച്ഛനമ്മ ഉണ്ടാവാറില്ല. അവർ ഗുരുവായൂർ പോയി സ്റ്റേ ചെയ്തിട്ട് തൊഴുതിട്ട് വരാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ എണീക്കാൻ വൈകിക്കഴിഞ്ഞാൽ പണികളൊക്കെ വൈകും. അതുകൊണ്ട് തന്നെ ഏറ്റവും ടൈം എടുക്കുന്ന ഒരു പണിയെന്ന് വെച്ചാൽ ഇവിടെ അരി തിളപ്പിക്കണതാണ്, അതായത് ചോറാവണത്. അപ്പോൾ ആദ്യം തന്നെ അത് ഞാൻ തിളപ്പിച്ച് തലേദിവസം എടുത്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ സാമ്പാറുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ പരിപ്പ് കഴുകി അടപ്പത്തിട്ടു. പരിപ്പ് കഴുകി അടപ്പത്തിന് തന്നെ 2 ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് പരിപ്പ് കൂടുതലിട്ടത്. അത് കാരണം എനിക്ക് ഇരട്ടിപ്പണിയായി. കാരണം ആ വെള്ളമൊക്കെ പോയി അവിടെയൊക്കെ ആകെ നിറഞ്ഞ് പിന്നെ അവിടെ വീണ്ടും തുടക്കേണ്ടി വന്നു. അത് എനിക്ക് എപ്പോഴും അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പാലാച്ചു പോകും, അല്ലെങ്കിൽ കുക്കറിൽ നിന്ന് വെള്ളം പോകും, അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തട്ടിയിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കേണ്ടി കഴിയുന്നു. അങ്ങനെ പരിപ്പ് വന്നിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി കഴിഞ്ഞില്ലെങ്കിൽ ചപ്പാത്തിയും പരിപ്പ് കറി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ നോൺ വെജ് ആയ 2 പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മീൻ വറുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഏകദേശം ചോറ് നല്ലോണം തിളച്ച് എന്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി. പിന്നെ പരിപ്പിലോട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് വലിയ കാരത്തിൽ അടച്ച് മിക്സൊക്കെ ചെയ്ത് അടച്ച് വേവിക്കാനൊക്കെ വെച്ച്. പക്ഷേ ഞാൻ വിചാരിച്ചില്ല പണിയാണ് ഇനി വരണേന്ന്. അങ്ങനെ ആ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അച്ചിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ഉലത്താനായിട്ടുള്ള സവാള അരിഞ്ഞ് റെഡിയാക്കി അതിങ്ങനെ ഉലത്തിയൊക്കെ ഇങ്ങനെ സവാളയൊക്കെ വഴറ്റി ഇങ്ങനെ വെച്ചു. അങ്ങനെ സാമ്പാറിനുള്ള പണിയും ആ സൈഡിൽ. പിന്നെ ബാക്കി ഞാൻ വിചാരിച്ചു ഒരു അടുപ്പ് ഫ്രീ ആണ്, അപ്പോൾ നമുക്ക് വേഗം ഇഡ്ഡലി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് മുട്ട കഴുകി ഇഡ്ഡലി ചെമ്പിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് വെച്ചു. പിന്നെ തട്ടിൽ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് ഇഡ്ഡലി റെഡിയാക്കാൻ വെച്ചു. പിന്നെ പരിപ്പ് അത് കഷ്ണങ്ങളൊക്കെ ഇട്ടത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ മാറ്റിയിട്ട് മീനിൻ്റെ പാത്രമൊക്കെ അവിടെ വെച്ച് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് സാമ്പാറിലിടുന്ന 2 സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. എന്തെന്നാണ് ഇത് തന്നെ, അതവിടെ ഇരിക്കണം. അങ്ങനെ അതിട്ടിട്ട് പ്രഷർ പോണവരെ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. അങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് അത് ഇൻഡക്ഷൻ കുക്കറിൽ കൊണ്ട് വേവിക്കാൻ വെച്ചു. അപ്പോഴാണ് ഓർത്തത് വേപ്പില പൊട്ടിച്ചിട്ടില്ലാന്ന്. വീട്ടിലുള്ളതുകൊണ്ടായിരിക്കും മടിയാണ് പൊട്ടിച്ച് വെക്കാം. അപ്പോൾ വേഗം പറമ്പിലോട്ട് പോയി വേപ്പില പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ. വേപ്പില പൊട്ടിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ മേത്ത് വീഴുമ്പോൾ ഇത്തിരി അലർജി വരുമല്ലോ നമുക്ക്. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ തന്നെ മീൻ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മൾ കായ കിട്ടുന്ന വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സവാള വെട്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചു. പിന്നെ ഇഡ്ഡലിയും 2ാമത്തെ തട്ട് ഏകദേശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് വെച്ചു. അപ്പോൾ ആദ്യം സവാള ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് വറുക്കി. ആ സമയം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ അടുപ്പിൽ ഇഡ്ഡലി ഇരുന്ന അടുപ്പുണ്ടല്ലോ അതിന് മാറ്റിയിട്ട് സാമ്പാറിന് വറവിട്ടു. അപ്പോൾ സാമ്പാർ പൊടി ഇല്ലാത്ത കാരണം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കായപ്പൊടി, ഉപ്പുണ്ടായില്ല കേട്ടോ, കായപ്പൊടി, ഉലുവ, കടുക് ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് സാമ്പാർ ഒഴിക്കുക ചെയ്തു. പിന്നെ പുളി ഒഴിക്കാൻ മടിയായതുകൊണ്ട് അതും ഒഴിച്ചില്ലെന്ന് വിനാഗിരി ഒഴിച്ച്. അങ്ങനെ മീനൊക്കെ വറുത്ത് വീട്ടിലേക്ക് ഏകദേശം ശരിയായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ 2 ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാം. മ്യൂസിലി കഴിക്കുന്നുണ്ട്, ഓട്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓട്സ് ആദ്യം ഉണ്ടാക്കി. പിന്നെ മ്യൂസിലേക്കുള്ള പാലെടുത്ത് വെച്ചു. പിന്നെ കുടിക്കാനുള്ള പാലെടുത്ത് വെച്ചതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും ചായ ഉണ്ടാക്കാനായിട്ട് ഫ്ലാസ്കിൽ പാൽ ഒഴിച്ച് വെച്ചു. അതിന് ശേഷമാണ് ഞാൻ അച്ചിങ്ങ ഇതാക്കാൻ വെച്ചത്. അച്ചിങ്ങ കഴിക്കണമെന്ന് വെച്ചാൽ ഉപ്പും വെളിച്ചെണ്ണ വെച്ചിട്ട് കുക്കറിൽ അങ്ങനെ അത് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് കൊലത്തി പിന്നെ കാപ്പി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.